ലേണേഴ്സ് ടെസ്റ്റിന് തയ്യാറെടുക്കുന്നവർ ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ച് കടക്കാൻ സീബ്ര ലൈനിലേക്ക് ചുവട് വെച്ചാൽ സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ച് കടക്കാൻ അനുവദിക്കുക. ബി സീബ്ര ലൈനിൽ വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ച് കടക്കാൻ അനുവദിക്കുക. സി ഹോൺ മുഴക്കി വാഹനത്തിൻ്റെ വേഗത കൂട്ടി മുന്നോട്ട് പോവുക. ഡി ഹെഡ്ലൈറ്റ് മിന്നിച്ച് മുന്നോട്ട് നീക്കുക. എ സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ച് കടക്കാൻ അനുവദിക്കുക. റോഡിലെ ഇടവിട്ടുള്ള വെള്ള വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വരകൾ മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണമില്ല. ബി സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കടന്ന് ഓവർടേക്ക് ചെയ്യാം. സി നിങ്ങൾക്ക് റോഡിൽ പ്രവേശിക്കുകയോ പുറത്തു പോകുകയോ ചെയ്യാം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിൻ്റെ മധ്യഭാഗത്ത് ഇടവിട്ട മഞ്ഞ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എ വരകൾ മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണമില്ല. ബി സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. സി ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. ഡി അത്യാവശ്യ ഘട്ടങ്ങളിൽ വരകൾ മുറിച്ച് കടന്ന് വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം. ബി സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള വെള്ള വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എ വരകൾ മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണമില്ല. ബി ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. സി അത്യാവശ്യ ഘട്ടങ്ങളിൽ വരകൾ മുറിച്ച് കടന്ന് വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം. ഡി സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കടക്കാം. ബി ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ അനുവാദമില്ല. ബി രണ്ട് വരികൾക്കിടയിലുള്ള മീഡിയനായി പരിഗണിക്കാം. സി ഈ വരകൾ ഇരട്ട വിഭജന ലൈനുകളാണ്. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വരകൾ മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണമില്ല. ബി സ്റ്റോപ്പ് ലൈൻ. സി ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. ഡി സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കടക്കാം. സി ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എഡ്ജ് ലൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ക്യാരേജ് വേയുടെ അരികിൽ അടയാളപ്പെടുത്തിയ ലൈൻ. ബി എഡ്ജ് ലൈനുകൾ തുടർച്ചയായ വെള്ള അല്ലെങ്കിൽ മഞ്ഞ വരയാണ്. സി നിങ്ങൾ എതിലെയാണ് പോകേണ്ടതെന്ന് അറിയാൻ എഡ്ജ് ലൈൻ നിങ്ങളെ സഹായിക്കുന്നു. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന റംബിൾ സ്ട്രിപ്പുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? റംബിൾ സ്ട്രിപ്പുകൾ ക്യാരേജ് വേയുടെ കുറുകെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന പ്രതലങ്ങളാണ്. ബി റംബിൾ സ്ട്രിപ്പുകൾ വേഗത കുറയ്ക്കേണ്ടുന്ന മേഖലയാണ്. സി റംബിൾ സ്ട്രിപ്പുകൾക്ക് മുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മുഴങ്ങുന്ന ശബ്ദത്തോടൊപ്പം വാഹനം വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിൻ്റെ അരികിലുള്ള തുടർച്ചയായ മഞ്ഞ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. ബി നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. സി നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ നിർത്താം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിൻ്റെ മധ്യത്തിൽ ട്രാഫിക് ഐലൻഡ് അഥവാ മീഡിയൻ സ്ട്രിപ്പുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ട്രാഫിക് ഐലൻഡ് എന്നത് ഗതാഗതത്തിന് ദിശ കാണിക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തിയിരിക്കുന്ന റോഡിലെ ഉയർന്ന പ്രതലമാണ്. ബി എതിർദിശയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ വേർതിരിക്കുന്ന ഭാഗമാണ് മീഡിയൻ സ്ട്രിപ്പ്. സി മീഡിയൻ സ്ട്രിപ്പ് പാർക്കിംഗ് ഏരിയയാണെന്ന് ഒരു ബോർഡ് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മീഡിയൻ സ്ട്രിപ്പിൽ നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യരുത്. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. റോഡിൻ്റെ അരികിലുള്ള സിക്സാഗ് വരകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. കാൽനട ക്രോസിങ്ങുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ്. സി അപകടകരമായ സാഹചര്യങ്ങൾ മുന്നിലുണ്ടെന്നുള്ളതിൻ്റെ സൂചന. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ക്യാരേജ് വേയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന യെല്ലോ ബോക്സ് അർത്ഥമാക്കുന്നത് ഈ മുന്നിലുള്ള എക്സിറ്റ് തടസ്സമില്ലെങ്കിൽ ഒരു യെല്ലോ ബോക്സിൽ പ്രവേശിക്കാം.
ബി വാഹനത്തിന് യെല്ലോ ബോക്സിൽ നിർത്താതെ കടന്നു പോകാൻ സാധിക്കുമെങ്കിൽ പ്രവേശിക്കാം. സി യെല്ലോ ബോക്സ് നിർത്തുന്നത് പിഴ ചുമത്താവുന്ന കുറ്റമാണ്. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഏത് ട്രാഫിക്കാണ് ചിത്രത്തിൽ കാണുന്നത്? എ 6 വരി ഗതാഗതം, ബി 4 വരി ഗതാഗതം, സി ഒറ്റ വരി ഗതാഗതം, ഡി ഇരട്ട വരി ഗതാഗതം. ഡി ഇരട്ട വരി ഗതാഗതം. ചിത്രത്തിൽ കാണുന്ന തുടർച്ചയായ മഞ്ഞവരയുടെ ഭാഗത്തുള്ള വാഹനങ്ങൾ. എ തുടർച്ചയായ മഞ്ഞവര മുറിച്ചു കടക്കാം, ബി തുടർച്ചയായ മഞ്ഞവര മുറിച്ചു കടക്കാൻ കഴിയില്ല, സി അത്യാവശ്യ ഘട്ടങ്ങളിൽ കടക്കാം, ഡി അത്യാവശ്യ ഘട്ടങ്ങളിൽ നിർത്താം. ബി തുടർച്ചയായ മഞ്ഞവര മുറിച്ചു കടക്കാൻ കഴിയില്ല. ചിത്രത്തിൽ നിങ്ങൾക്ക് ഈ റോഡിൽ യു ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വര മുറിച്ചു കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നതിനാൽ മുന്നോട്ട് പോകുക, ബി കണ്ണാടിയിൽ നോക്കി സിഗ്നൽ നൽകി തിരിയുക, സി എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകുന്നതിനുള്ള സിഗ്നൽ കാണിച്ചു തിരിയുക, ഡി എതിർവശത്ത് നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കടന്നു പോകാം. എ വര മുറിച്ചു കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നതിനാൽ മുന്നോട്ട് പോകുക. ഒരു പാതയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിയർ വ്യൂ മിററിൽ സുരക്ഷിതമായ ഇടം പരിശോധിക്കുകയും സുരക്ഷിതമാണെങ്കിൽ പാത മാറ്റുകയും ചെയ്യുക. ബി നിങ്ങൾ പാത മാറ്റാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ബ്ലൈൻഡ് സ്പോട്ട് പരിശോധിച്ച് ശരിയായ ടേൺ സിഗ്നൽ നൽകുക. സി സുരക്ഷിതമായ ഇടത്തിനായി 2 തവണ പരിശോധിക്കുകയും ശരിയായ സിഗ്നലിനൊപ്പം ലൈൻ ക്രമേണ മാറ്റുകയും ചെയ്യുക. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഏത് വാഹനത്തിന് വര മുറിച്ചു കടക്കാൻ കഴിയും? എ 2 കാറുകൾക്കും ജാഗ്രതയോടെ വര മുറിച്ചു കടക്കാൻ കഴിയും, ബി തുടർച്ചയായ മഞ്ഞവരയുടെ വശത്തുള്ള മെറൂൺ കാറിന് ജാഗ്രതയോടെ വര മുറിച്ചു കടക്കാൻ കഴിയും, സി ഇടവിട്ട് മഞ്ഞവരയുടെ വശത്തുള്ള വെളുത്ത കാറിന് ജാഗ്രതയോടെ വര മുറിച്ചു കടക്കാൻ കഴിയും, ഡി മഞ്ഞവരയുള്ളതിനാൽ 2 കാറുകൾക്കും റോഡ് മുറിച്ചു കടക്കാൻ കഴിയില്ല, സി ഇടവിട്ട് മഞ്ഞവരയുടെ വശത്തുള്ള വെളുത്ത കാറിന് ജാഗ്രതയോടെ വര മുറിച്ചു കടക്കാൻ കഴിയും. റോഡിന് കുറുകെ ഇടവിട്ടുള്ള ഇരട്ട വെള്ളവരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എ വാഹനം നിർത്തി പ്രധാന റോഡിൽ വലത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ബി പ്രധാന റോഡിലേക്ക് സ്വതന്ത്രമായി ഒരു ദിശയിലേക്കും പ്രവേശനം അനുവദിച്ചിരിക്കുന്നു, സി വരകൾ മുറിച്ചു കടക്കരുത്, ഡി മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. എ വാഹനം നിർത്തി പ്രധാന റോഡിലെ വലത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ഇടവിട്ട് വരയ്ക്കിടയിലുള്ള ഈ ദിശാചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? എ ഇടത്തോട്ട് തിരിഞ്ഞു പോകുക, ബി ഇടത് ലൈനിലേക്ക് മടങ്ങാൻ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു, സി വാഹനത്തെ മറികടക്കുന്നത് അനുവദനീയമായ പ്രദേശം, ഡി ഇടതുവശത്തു കൂടി മറികടക്കുന്നത് അനുവദിച്ചിരിക്കുന്നു, ബി ഇടത് ലൈനിലേക്ക് മടങ്ങാൻ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. പരിമിതമായ കാഴ്ചയുള്ള ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇരുവശവും നോക്കി പതുക്കെ നീങ്ങുക, ബി വലതുവശത്തേക്ക് നോക്കി പതുക്കെ നീങ്ങുക, സി വേഗത കൂട്ടി നീങ്ങുക, ഡി ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ഇരുവശവും നോക്കി പതുക്കെ നീങ്ങുക.